നമസ്കാരം. നമ്മളുടെ നാട്ടിൽ ആത്മഹത്യകൾ, മരണങ്ങൾ, കൊലപാതകങ്ങൾ ഇതൊന്നും ഒരു ഇഷ്യൂവേ അല്ല. നമ്മൾ ദിവസവും നൂറുകണക്കിന് ഇത്തരം വിഷയങ്ങൾ ഇതിലെ കേട്ട് ഇതിലെ കളയുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ നടന്ന ഒരു ആത്മഹത്യയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ പേര് ഗായത്രി, അതിൻ്റെ അമ്മയുടെ പേര് രാജി. ഈ കുട്ടി പ്ലസ് ടു പഠനത്തിന് ശേഷം അടൂരിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അടൂരിൽ നടക്കുന്നത് മുഴുവൻ മഫിയ പ്രവർത്തനമാണ്. അത് രാഷ്ട്രീയക്കാരൻ്റെ ആയാലും വ്യക്തികളുടെ ആയാലും മിക്ക അവന്മാരുടെയും. നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ അടൂരിനെ പറ്റി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി ഒന്ന് കാണണം. ഇത്രയും ക്രിമിനൽസ് വാഴുന്ന ഒരു സ്ഥലമായിട്ട് മാറി അടൂര് എന്നുള്ള കാര്യം അയൽവാസിയായ എനിക്ക് പറയുന്നതിൽ അല്പം വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ സത്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ അടൂര് തന്നെയുള്ള വേറൊരു സ്ഥാപനത്തിന്റെ മുതലാളി ഗൾഫിലേക്ക് ആളെ വിടാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപികയുടെ കയ്യിൽ നിന്ന് അവരുടെ മകന് വേണ്ടി വാങ്ങിയ പണം അത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലവട്ടം വിളിച്ചു കഴിഞ്ഞിട്ട് 10,000 കൊടുത്തു എന്നാണ് അറിവ്. ബാക്കി 10,000 ഇനിയുണ്ടെന്ന് അറിയുന്നു. പിന്നെ അധ്യാപിക ഇതുവരെ നേരിട്ട് കണ്ടില്ല, കണ്ടു കഴിഞ്ഞാലേ അറിയുള്ളൂ ഇനി എത്ര ബാക്കിയുണ്ടെന്ന്. അങ്ങനെ തട്ടിപ്പിന്റെ സ്ഥിര കേന്ദ്രമാണ് അടൂര്. പത്തനംതിട്ട ജില്ലയുടെ തട്ടിപ്പ് കേന്ദ്രത്തിൽ നമുക്ക് ഈ അടൂരിനെ ഉൾപ്പെടുത്താം. മുഴുവൻ മഫിയകളാണ്, രാഷ്ട്രീയക്കാരായാലും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവന്മാരായാലും. അങ്ങനെ അടൂരിലെ ഉള്ള ഒരു സ്ഥാപനത്തിൽ ഈ കുട്ടി ആർമിയിലെ മിലിറ്ററി നേഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും. അങ്ങനെ സ്വീകരിക്കുന്ന പെൺകുട്ടികളെ ഇവൻ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്ന് ആ കുട്ടിയുടെ അമ്മ മനോരമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനോരമയിലാണ് ആ വാർത്ത ആദ്യം കാണുന്നത്. അതിനുശേഷം ഇപ്പൊ ഏതൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മറുനാടനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറുനാടന് അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. മിസ്റ്റർ സാജൻ, നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപന ഉടമ അവൻ പട്ടാളക്കാരനല്ല. നിങ്ങൾ അതും ഞങ്ങൾ വിമുക്ത ഭടന്മാരുടെ തോളിലോട്ട് കയറ്റി വെച്ചു തന്ന് സന്തോഷപൂർവ്വം ഞങ്ങളത് സ്വീകരിക്കുന്നില്ല. പട്ടാളക്കാരനായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു. ഇത് പട്ടാളക്കാരനല്ല, അവൻ വെറുതെ ഫ്രൗഡ്. അവൻ പറയുകയാണ് അവൻ പട്ടാളക്കാരനാണെന്ന്. എന്തിന്? ഈ പാവക്കാരനോട് പോലും പറഞ്ഞു പട്ടാളക്കാരനാണെന്ന്. പക്ഷെ അത് അവന്റെ സംസാരത്തിൽ തന്നെ ചീറ്റിപ്പോയി. നിങ്ങളൊന്ന് കേട്ടു നോക്ക് എന്താണ് അവൻ പറയുന്നതെന്ന്. ഹലോ, നമസ്കാരം. ഇത് മിസ്റ്റർ പ്രദീപ് ആണോ? ആരാണ് സാർ സംസാരിക്കുന്നത്? എൻ്റെ പേര് ശശികുമാർ എന്നാണ്. പിന്നെ ഇത് ദ്രോണ അക്കാഡമി അടൂരല്ലേ? അതെ അതെ. പട്ടാളക്കാരനാണോ? അതെ, പട്ടാളക്കാരനാണോ? സാർ എക്സർവീസ് ആണ് സാർ. എന്തോ? എക്സർവീസ് ആണ് സാർ. എക്സർവീസ് ആണോ? ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡന്റ് ഇന്നലെ ആത്മഹത്യ ചെയ്ത വാർത്ത വന്നിരുന്നത് നിങ്ങൾക്ക് അറിഞ്ഞായിരുന്നോ? ന്യൂസ് അറിഞ്ഞു സാർ. ഞാൻ ആ ന്യൂസ് കണ്ടിട്ടാണ് ഞാനും വിളിച്ചത്. ഓക്കെ ഓക്കെ സാർ. എവിടെ വിളിക്കുന്നത്? ഞാൻ ചെങ്ങന്നൂര്. അത് എന്താ സംഭവിച്ചതെന്ന് അറിയാനേ. ഒന്നും അറിയില്ല സാർ. എന്താണ് ന്യൂസുകളിൽ പലതിനും പല രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ആരോട് എന്ത് പറഞ്ഞു, അതിനുശേഷം എനിക്ക് ഒരുപാട് കോളുകളും വരുന്നുണ്ട്. ഞാനിതിനൊക്കെ ആരോടൊക്കെ എന്ത് മറുപടി പറയണം എന്താണെന്നൊന്നും എനിക്ക് ധൈര്യം കിട്ടില്ല. നമ്മുടെ ഒരു അവസ്ഥ ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതങ്ങനെ ഒരു ഈ ന്യൂസ് ചാനലുകാർക്ക് എന്തും പറയാം, പക്ഷെ ഒരു കുടുംബത്തെ കുറിച്ച് കൂടെ ആലോചിക്കണം. എനിക്ക് കൊണ്ടൊരു കുടുംബം എന്തെങ്കിലുമൊക്കെ ആൾക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചുമ്മാതെ എഴുതി പിടിപ്പിക്കുകയും വായിക്കുകയും ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മതിയായിരുന്നല്ലോ. പോലീസ് അധികാരി വന്നതിന് ശേഷം പോലീസ് അങ്ങനെ അന്വേഷിക്കാതെ പോലീസ് സംവിധാനങ്ങളുണ്ട്. അവർക്ക് അന്വേഷിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു അതിനൊരു സത്യാവസ്ഥകളുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറയുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ എന്തോ കേട്ടില്ല എന്നുള്ള രീതിയിൽ. പോലീസുകാരൊക്കെ വന്ന് അന്വേഷിച്ചായിരുന്നോ? ഹലോ, പോലീസുകാർ വന്ന് അന്വേഷിച്ചിരുന്നോ? ഇല്ല സാർ, ഉണ്ടാവുമല്ലോ, അന്വേഷണം ഉണ്ടാവുമല്ലോ. അവർ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ചാനലൊക്കെ പറയുന്നത്. ചാനലിൽ അങ്ങനെയാണ് പറയുന്നതല്ല. പിന്നെ കുട്ടിയുടെ കള്ള കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതെ അതെ സാർ, അതെ.
എന്താ സംഭവിച്ചതെന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ അറിയാമല്ലോ കണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചത്. സാർ ചാനലിന്നാ? എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനൊന്നും ഇതുവരെ ഒരു ഇതുമില്ല സാർ. കാര്യം ഞാനും 10 വർഷം ഇന്ത്യൻ ആർമി സർവീസ് ചെയ്തിട്ടുള്ള മനസ്സിലാണ്. ആർമി ഏതിലായിരുന്നു വർക്ക് ചെയ്തത്? ഇല്ല സാർ, ചാനലിനാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും പറയാൻ താല്പര്യമില്ല, സോറി. ആർമിയിൽ എവിടെയാണ് ജോലി ചെയ്തത്? ഇല്ല സാർ, ഇപ്പൊ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സോറി. ഞാനൊരു പട്ടാളക്കാരനല്ലേ ചോദിക്കുന്നത്, നിങ്ങളുടെ വിദ്വേഷം. അതെ സാർ പറയുന്നത് ശരി തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ഓരോന്നൊക്കെ എഴുതി പഠിപ്പിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് തന്നെ. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ഇല്ല സാർ, ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സോറി. അയ്യോ, ഞാൻ എത്ര പാടുപെട്ട് വിളിച്ചതല്ലേ നിങ്ങളെ. പട്ടാളക്കാരൻ. ഹലോ. അവൻ എന്നോട് പറഞ്ഞ് 20 വർഷം അവൻ ആർമിയിൽ ജോലി ചെയ്താണെന്ന് പറയുന്നു. പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് യൂണിറ്റിലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാധാരണ ഈ പട്ടാളക്കാരുടെ ഒരു ക്ലീഷ ചോദ്യമാണ്, എവിടെയായിരുന്നു, ഏത് യൂണിറ്റിലായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെ അവൻ പപ്പ വെച്ച്. അപ്പോഴേ അവൻ പട്ടാളക്കാരനല്ലെന്ന് എനിക്കത് മനസ്സിലാകുകയും ഞാൻ ഈ വിഷയം മറ്റു പല സ്ഥാപന ഉടമകളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതിൻ്റെ പുറത്തിലാണ്, അതിൻ്റെ ബലത്തിലാണ് ഞാൻ പറയുന്നത് അവൻ പട്ടാളക്കാരനല്ല. അതിന് വേറൊരു കാരണം കൂടെ. ഈ അടൂര് പ്രവർത്തിക്കുന്ന സ്ഥാപനം ദ്രോണ ഡിഫൻസ് അക്കാഡമി. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ രാജ്യത്തിൻ്റെ ആർമി, ഡിഫൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, രാഷ്ട്രപതി, ഇങ്ങനെയൊക്കെ കുറേ സ്ഥാനങ്ങളുണ്ട്. അത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടില്ല എന്നാണ് ചട്ടം. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രൗഢികളെല്ലാം അതൊക്കെയാണ് വിനിയോഗിക്കുന്നത്. ഇപ്പം ദ്രോണ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പം സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഇതിനകത്ത് ജോയിൻ ചെയ്താൽ ഉടനെ നേരിട്ടെങ്കിൽ ഡിഫൻസിൽ പോകാമെന്നാണ് കരുതുന്നത് പാവങ്ങള്. അപ്പൊ ഈ ദ്രോണ ഡിഫൻസ് അക്കാഡമി അടൂര്, പിന്നെ ഇതേ പേരിൽ തന്നെ വേറൊരു സ്ഥാപനമുണ്ട്, ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കരുനാഗപ്പള്ളിയിലാണ്. ഞാൻ ആ സ്ഥാപനത്തിനെ തേടി പിടിച്ച് അതിൻ്റെ സ്ഥാപനോടമ എന്നോട് സംസാരിക്കുന്നത് സുഭാഷ് എന്ന മറ്റുമാണ് അയാളുടെ പേര്. അയാൾ എന്നോട് സംസാരിക്കുന്നത് റെക്കോർഡാണ്, ഇവിടെ കിടപ്പുണ്ട്, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ നമുക്ക് തരാം. ഇപ്പം ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. കാര്യം അയാൾ 27 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തവനാണെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗാർഡിലോ മറ്റോ ആയിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത്. 27 വർഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രമോഷനൊക്കെ കിട്ടി നമ്മുടെ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്ക് ലെവലിലൊക്കെ വരുന്ന ഒരു സുബേദാർ റാങ്കൊക്കെ ആയിരിക്കും അയാളുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അയാൾ സംസാരിച്ചത് ഫെയർ ആയതുകൊണ്ട് ഞാൻ ആ സംസാരമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, വെറുതെ സമയം കളയണ്ടല്ലോ. കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഈ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. പക്ഷെ അതേ പേരിലാണ് അടൂരിൽ ഈ ദ്രോണ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ രണ്ടും തമ്മിൽ കാഴ്ചയിൽ ഒറ്റനോട്ടത്തിൽ ഒന്നാണെന്ന് തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ്, യാതൊരു പുലബന്ധം പോലുമില്ല. അങ്ങനെ ഈ അടൂരിലെ ഈ സ്ഥാപനോടമ ഇത്തരം പെൺകുട്ടികളെ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അവരോട് ഡേറ്റിങ്ങിന് കൊണ്ടുപോവുക, അവർക്ക് പറ്റിയില്ലെങ്കിൽ അവരുടെ തള്ളമാരെ ഡേറ്റിങ്ങിന് കൊണ്ടുപോവുക, അതിനൊക്കെ ബില്ലിംഗ് ആയിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം. സത്യമോ മിഥ്യമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവിടെ പറയാൻ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ പട്ടാളത്തിൽ ഗവൺമെന്റ് സർവീസിൽ ഒന്നും ജോലിക്ക് പോകുന്ന, അല്ലെ നമ്മുടെ പോലീസിൽ ഒന്നും ജോലി പോകുന്നതിന് ഇതുപോലത്തെ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ആവശ്യമേ ഇല്ല. ഞങ്ങൾ ആരും അങ്ങനെ ജോലി നേടിയവരല്ല. ഞാൻ പട്ടാളത്തിൽ പോയത് എൻ്റെ കഴിവും കൊണ്ട്, ഞാൻ ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സായിട്ട് പോയതാണ്. നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ട്, കൈക്കൂലി കൊടുത്തും കൈമടക്ക് കൊടുത്തും ഇത്തരം സർവീസുകളിൽ കയറിക്കൂടാമെന്ന്. അങ്ങനെയുള്ള ധാരണയുടെ പുറത്താണ് ഈ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലുള്ള ആൾക്കാർക്ക് പണം കൈമാറി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അജ്ഞത കാരണമാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരളത്തില് ഈ ആർമിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ട്രെയിനിങ്, പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 900 സ്ഥാപനങ്ങളുണ്ട്. ഇവന്മാരൊക്കെ ഇവിടെ എങ്ങനെയാണ് വളർന്നു പന്തലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊക്കെ ഇത്രയ്ക്ക് അന്ധവിശ്വാസികളാണോ? നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവില്ലേ, അറിവില്ലേ? ഇല്ലേ, അറിയാവുന്നവരോട് പോയി ചോദിച്ചു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ.
ഇവിടെ തന്നെ എടുത്തു പറയേണ്ട പട്ടാളത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയിട്ട് വേറെ കുറെ ഡിഫൻസ് അക്കാഡമികൾ വേറെ കിടക്കുന്നു. അങ്ങനെ മൊത്തം ഉടായ്പകളാണ്. ആര് പറയാൻ, ആരോട് പറയാൻ, ആര് കേൾക്കാനാണ്? നമ്മളുടെ നീതിന്യായ വ്യവസ്ഥ, ഈ പോലീസും ഒന്നും ഇതൊന്നും അറിയുന്നേ ഇല്ല. ഒരു പരാതിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരന്നേരം എന്തായാലും ഒന്ന് കാട്ടിക്കൂട്ടും. അല്ലാതെ നാളെ ഒരാൾ ഈ കെടുതിയിൽ ചെന്ന് വീഴരുതെന്ന് നമ്മുടെ പോലീസിനോ സർക്കാരിനോ ആർക്കും ഒരു താല്പര്യമില്ല. ഇപ്പൊ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ആർക്ക് വേണേലും ഇപ്പം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നാളെ പോയി തുടങ്ങിക്കോ, ആരും ചോദ്യമൊന്നുമില്ല. ഇപ്പൊ ഈ അടൂരിലെ ഈ ഫ്രൗഡ് പറയുന്നു അവൻ പട്ടാളക്കാരനാണെന്ന്. അപ്പം ആ സംസാരം നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലാകും അവൻ ഏത് വകയിലുള്ള പട്ടാളക്കാരനാണെന്ന്. ഫ്രൗഡാണ്, പക്ക ഫ്രൗഡ്. അവൻ പട്ടാളക്കാരനൊന്നുമില്ല. പട്ടാളം ഒന്ന് എഴുതാനുള്ള സ്പെല്ലിങ് പോലും അവൻ അറിയാൻ പറ്റില്ല. അവനാണ് അടൂരിൽ ഇരുന്നുകൊണ്ട് ഈ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് കൊള്ളയടിക്കുന്നത്. അതും കൂടാഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്നത്. ഇവനെതിരെ കൂടൽ പോലീസിൽ പോയിരിക്കുന്ന പരാതി കൂടൽ പോലീസ് നേരാമണ്ണം കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.